Hi friends, welcome back to our channel. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ തന്നെ പ്രശസ്തമായ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. വലിയ കൂനമ്പായി ക്ഷേത്രത്തിലാണ് നമ്മളിന്ന് ദർശനത്തിന് വന്നിരിക്കുന്നത്. ഇന്നിവിടെ നടക്കുന്നത് ഇവിടുത്തെ 5ാമത്തെ ഉത്സവമാണ് നടക്കുന്നത്. അത് മാത്രമല്ല ഇവിടുത്തെ ദേവിയുടെ തൃക്കല്യാണ ദിവസം കൂടാണ് ഇന്ന്. അത് കാണാനായിട്ട് വലിയൊരു ആഗ്രഹമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് നടക്കാൻ പോകുന്നേ ഉള്ളൂ. കറക്റ്റ് 7:30-ക്കോ 8-നോ ഇടയ്ക്കാണെന്നാണ് നോട്ടീസിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു സമയം കണക്കാക്കിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ പുറത്ത് പറയിടുന്നവർക്ക് വീടുകളിൽ പറയിടാൻ പറ്റാത്തവർക്ക് ഇവിടെ അമ്പലത്തിന്റെ മുമ്പിൽ തന്നെ പറയിടാനുള്ള സൗകര്യം ഇവിടെ. ഇപ്പോൾ ഏകദേശം ദേവിയുടെ തൃക്കല്യാണത്തിനുള്ള സമയം ആയിട്ടുണ്ടെന്നാണ് വിളിച്ചു പറയുന്നത്. അപ്പം നമ്മളും ഒരു സൈഡിലായിട്ട് ഒതുങ്ങി അത് കാണാനായിട്ട് നിൽക്കുമായിരുന്നു. നിങ്ങൾക്ക് അത് നമുക്ക് അകത്തോട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, പുറത്തേ ഉള്ള വീഡിയോകൾ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ വന്ന കാര്യം സാധിച്ചിരിക്കുകയാണ്. നമ്മൾ കാണാൻ വന്ന ആ മുഹൂർത്തം കല്യാണം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ പുറത്ത് നമുക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള നമുക്ക് മധുരം, നമ്മൾ കല്യാണ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ മധുരം കൊടുക്കത്തില്ല, അതുപോലെ തന്നെ മധുരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. അതുപോലെ തന്നെ കല്യാണ സദ്യ നടക്കുകയാണ്. അത് വാങ്ങാനായിട്ട് ഒരുപാട് പേരിങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പം നമുക്കും കിട്ടി 2 ബോക്സ്. അപ്പം നമുക്ക് ആ ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ആ ബോക്സിനകത്ത് ഒരു ലഡു ഉണ്ടായിരുന്നു, അത് ജിലേബി ഉണ്ടായിരുന്നു, ഒരു നാരങ്ങ ഉണ്ടായിരുന്നു, മറ്റേ നമ്മുടെ ഒരു കള്ളപ്പം പോലെ മധുരമുള്ള സംഭവം ഉണ്ടായിരുന്നു. അതെ അതെ അപ്പൊ നമുക്ക് അതൊക്കെ കഴിച്ചതിന് ശേഷം ഇനി എഴുന്നള്ളത്ത് വരുന്നുണ്ട്. അതൊരു 8-9 മണിയാവും എഴുന്നള്ളത്ത് വരാൻ. അപ്പൊ നമുക്ക് ആ വീഡിയോ കൂടെ കണ്ടു നോക്കാം. അങ്ങനെ നമ്മൾ മധുരമൊക്കെ കഴിച്ച് സദ്യയും കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. നമുക്കിനി ഇവിടെ എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കാണാം. ഉത്സവ സ്ഥലമല്ലേ, എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അതേപോലെ ഇവിടെ ഡാൻസൊക്കെ നടക്കുന്നുണ്ട്, ഒരുപാട് കലാപരിപാടികൾ എന്നും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ മെയിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഉത്സവ സ്ഥലങ്ങളിൽ ഓരോ കരക്കാരുടെ ആയിട്ട് ഓരോ എഴുന്നള്ളത്ത് കൊണ്ടുവരുമല്ലോ, അങ്ങനെ ഒരു മംഗല്യ തട്ട് ആയിട്ട് ഇങ്ങനെ ഒരു എഴുന്നള്ളത്ത് വരാനുണ്ട്. അപ്പോൾ അതുകൂടെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് പക്ഷെ അത് ലേറ്റായിട്ടായിരിക്കും വരുന്നതെന്ന് ആവശ്യം. അങ്ങനെ ഇന്ന് കാലൊക്കെ കുഴഞ്ഞു, പിള്ളേരൊക്കെ വാശി ചെയ്ത് കാണിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഐസ്ക്രീംകാരനെ കണ്ട് അവരുടെ വാശി അകറ്റാനായിട്ട് നമ്മൾ ഐസ്ക്രീം മേടിച്ചു. അപ്പോൾ നമ്മൾ മേടിച്ച് കഴിച്ചോട്ടോ ബജ്ജി. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേന് എഴുന്നള്ളത്ത്